കൗണ്ടറിൽ പോയി മെഷീനിൽ നിന്നും പൈസ പിൻവലിക്കുന്നതിന് വേണ്ടി മെഷീൻ്റെ അടുത്ത് പോയി ഇതുപോലെ നോക്കിയപ്പോൾ അതിൻ്റെ സ്ക്രീനിൽ UPI QR ക്യാഷ് എന്ന് ഇടത് സൈഡായിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ എന്താണ് UPI ക്യാഷ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്തു. അപ്പോൾ എത്ര രൂപയാണോ നമുക്ക് പിൻവലിക്കേണ്ടത് ആ എമൗണ്ട് നമുക്കിവിടെ താഴെ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ വന്നു. അപ്പോൾ നമുക്കിവിടെ മിനിമം 100 രൂപ മുതൽ 5000 രൂപ വരെ ഇത്തരത്തിൽ ഗൂഗിൾ പേ പോലെയുള്ള UPI ആപ്പ് ഉപയോഗിച്ച് പിൻവലിക്കാൻ പറ്റും. എനിക്ക് 500 രൂപയാണ് എടുക്കേണ്ടത്. 500 എന്ന് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ക്രീനിൽ ഒരു QR കോഡ് തെളിഞ്ഞു വന്നു. ഉടൻ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഏറ്റവും ആദ്യം കാണുന്ന QR കോഡ് എന്ന് പറയുന്ന സ്കാൻ എനി QR കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതും സ്ക്രീനിലുള്ള ഡിസ്പ്ലേയിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത് ഇതുപോലെ 500 എന്ന് കാണിച്ചു. ഇവിടെ മുകളിൽ ATM ക്യാഷ് വിഡ്രോവൽ ത്രൂ SBI എന്ന് കാണിച്ചു. അതിനുശേഷം പേ എന്ന് പറഞ്ഞ താഴെയുള്ള ബട്ടണിൽ ഞാനവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷൻ വന്നു. UPI പിൻ നമ്പർ മറ്റൊരാളെ കാണിക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് UPI പിൻ നമ്പർ ഇതുപോലെ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ആദ്യം നമുക്ക് ബില്ല് വന്നു, അതായത് പൈസയുടെ റെസിപ്റ്റ്. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയുള്ള വിൻഡോയിൽ കൂടെ നമ്മൾ എത്ര രൂപയാണോ പിൻവലിക്കാൻ ടൈപ്പ് ചെയ്തത് ആ എമൗണ്ട് ഇവിടെ വന്നു. അങ്ങനെ കാർഡ് ഇല്ലാതെ തന്നെ ഞാൻ മെഷീനിൽ നിന്നും ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് പൈസ പിൻവലിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ നിങ്ങൾക്കിതൊരു പുതിയ അറിവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക.